2024 വേനൽക്കാലം കേരളത്തിലെ എല്ലാ ജില്ലകളിലും റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയ സമയമാണ്. ഈ അവസരത്തിൽ നിരവധി തേനീച്ച കർഷകർ ഉന്നയിച്ച സംശയമാണ് തേനീച്ചകൾക്ക് വെള്ളം നൽകേണ്ടതുണ്ടോ എന്നത്. നൽകുകയാണെങ്കിൽ എങ്ങനെ നൽകണം എന്ന്. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ഇവിടെ കാണുന്നത് പോലെ വാട്ടർ ലെറ്റ്യൂസ്, വാട്ടർ കാബേജ് ഓർ ഡക്ക് വീഡ്, ചിലയിടങ്ങളിൽ ഇത് ആഫ്രിക്കൻ പായൽ എന്നിങ്ങനെയുള്ള പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള ചെറു ജലസസ്യങ്ങൾ ചട്ടിയിലോ ടാങ്കിലോ വളർത്തിയാൽ തേനീച്ചകൾക്ക് ഏറെ സൗകര്യപ്രദമായി വന്ന് ജലം ശേഖരിച്ച് പോകാം. എല്ലാ ജീവജാലങ്ങൾക്കും എന്നതുപോലെ തേനീച്ചകൾക്കും ജലം ജീവൻ നിലനിർത്തുന്നതിന് അത്യാവശ്യമാണെന്ന് ഓർക്കുക. ഇങ്ങനെയുള്ള ജലസസ്യങ്ങൾക്ക് ഇടയിലൂടെ വന്ന് വെള്ളം ശേഖരിക്കുമ്പോൾ അപകടഭീതിയില്ലാതെ, പ്രാണഭയമില്ലാതെ അവയ്ക്ക് ജലം ശേഖരിക്കാനാവും. തേനീച്ചകൾക്ക് ജലം നൽകിയാൽ തേനിൽ ജലാംശം ഉയരുമോ എന്ന കർഷകരുടെ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നെക്ടറിനൊപ്പം അല്ലെങ്കിൽ മധുവിനൊപ്പം എത്തുന്ന ജലാംശമാണ് തേനിൽ ജലാംശം കൂട്ടുന്നത് എന്നോർക്കുക. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്ന തേനിലെ ജലാംശ മാനദണ്ഡത്തിലേക്ക് തേനിൻ്റെ പ്രോസസ്സിംഗ് വഴിയെ എത്തിക്കാനാവും.